പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്നു സംഭവിച്ചിരിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അഞ്ജലിയും മനുവും വേറെ വേറെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം. ഇതോടെ വീട്ടിലുള്ള എല്ലാവരുമാകെ ഞെട്ടിപ്പോവുകയും ഇതിനൊരു ഉത്തരം ഉടൻ തന്നെ കണ്ടെത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. സൊല്യൂഷന്റെ ഭാഗമായി ഇരുവരെയും ഒന്നിച്ചുകൊണ്ടുള്ള പൂജകളും അതുപോലെ തന്നെ കർമ്മങ്ങളും മുന്നോട്ടേക്ക് പോവുകയാണ്. എന്നാൽ ഇതേ സമയം മനസ്സിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനവുമായി മനുവും അതുപോലെ തന്നെ അഞ്ജലിയും മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് സൂര്യ കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ ഈ വരവ് വളരെയധികം സന്തോഷമാണ് അഞ്ജലിക്ക് നൽകുന്നത്. ഇതോടെ അഞ്ജലി എല്ലാ പ്രശ്നവും അവസാനിക്കും എന്ന് കരുതുകയും ചെയ്യുന്നു. മനുവിനെ ചെന്ന് കണ്ട് സൂര്യ വന്ന കാര്യം പറയുന്നു. ഇതോടെ കാര്യങ്ങളെല്ലാം മനു സംസാരിക്കുന്നതിനായി തയ്യാറാവുകയും അഞ്ജലിയെ വിട്ടു നൽകാൻ താൻ തയ്യാറാണ് എന്ന് സൂര്യയോട് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സൂര്യ കാര്യങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് സമ്മതിക്കുകയും സ്നേഹയെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇല്ല എന്നുള്ള മറുപടിയാണ് നൽകുന്നത് മനു. പക്ഷേ ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്ക് ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മനു ഇതേ തുടർന്ന് തൻ്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ്. ഇതേ സമയം ശരത്തുമായി ചേർന്നുകൊണ്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനായി സ്നേഹ തയ്യാറാവുകയാണ്. ശരത്തിൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ തനിക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നും മാത്രവുമല്ല തൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം ഇതേ തുടർന്ന് കുറയുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്ന സ്നേഹ ശരത്തിൻ്റെ മകൾക്ക് ഇതേ തുടർന്ന് ഒരു ആശ്വാസം ആയിരിക്കുകയാണ്. ഈ മാറ്റം ശരത്തിൻ്റെ ജീവിതത്തെയും ബാധിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ ശരത് തൻ്റെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി സ്നേഹ കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പോവുകയാണ്. ഇതേ സമയം മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നു. ഡിവോഴ്സിന്റെ കാര്യത്തിൽ അടുത്തൊന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ് മനുവിന്റെ മനസ്സിൽ. സൂര്യയോട് ചെന്ന് കാര്യങ്ങൾ അഞ്ജലി പറയുകയും ചെയ്യുന്നു. പക്ഷേ വീട്ടിലെ എല്ലാവരും ചേർന്നുകൊണ്ട് അഞ്ജലിയെയും മനുവിനെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യുന്നു. അഞ്ജലിയും മനുവും പരസ്പരം അകന്നു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും വീട്ടുകാരുടെ ഇടപെടലും അതുപോലെ തന്നെ ചുറ്റുപാടുകളും അവർക്ക് തിരിച്ചടിയാവുകയാണ്. ഇതോടെ പിരിയാൻ പറ്റാത്ത തരത്തിൽ ഇരുവരും അടുക്കുകയും ചെയ്യുന്നു. ഒടുവിൽ സൂര്യ തൻ്റെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരിക എന്നുള്ള കാര്യം ഇമ്പോസിബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് വേദനയോടെ അഞ്ജലി. മാത്രവുമല്ല സ്നേഹയെ അന്വേഷിച്ചു പോകാൻ തനിക്കും ഇനി സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് മനു. അതുകൊണ്ട് തന്നെ ഇനി അഞ്ജലിയെ കൈവിടാൻ സാധിക്കുകയില്ല എന്നും വീട്ടുകാർ അതിന് സമ്മതിക്കുകയില്ല എന്നും മനസ്സിലാക്കിയതിനെ തുടർന്ന് അഞ്ജലിയുമായി പുതിയൊരു ജീവിതം തുടങ്ങുന്നതിനായി ഒടുവിൽ മനു തീരുമാനമെടുക്കുന്നു. ഇതേ സമയം സൂര്യയാകട്ടെ ഇനി ഒരിക്കലും അഞ്ജലിയെ തൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള കാര്യം എളുപ്പമുള്ളതായിരിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവിനെ തുടർന്ന് തൻ്റെ ജീവിതം പുതിയൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയാണ്. ഈ ജന്മത്തിൽ എന്തായാലും അവളെ സ്വന്തമാക്കുക എന്നുള്ള കാര്യം അത്ര എളുപ്പമായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. വെറുതെ പ്രശ്നങ്ങൾ
ഉണ്ടാക്കിയിട്ടും കാര്യം ഉണ്ടാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് മനസ്സിലാവുകയാണ് അവർക്ക്. മാത്രവുമല്ല, മനുവും അഞ്ജലിയും ഇതേ തുടർന്ന് ഡിവോഴ്സിന്റെ കാര്യങ്ങളിൽ തീരുമാനം അടുത്തൊന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി ആ കേസ് പിൻവലിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, വീട്ടുകാരുടെ മുൻപിൽ ഇതേ തുടർന്ന് അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് ഒടുവിൽ മാറ്റങ്ങൾ മനസ്സിലാക്കി തുടങ്ങുകയാണ് മനു. അഞ്ജലിയുടെ കൂടെയുള്ള നിമിഷങ്ങൾ താനിപ്പോൾ എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മനു ഇപ്പോൾ താൻ സ്നേഹയെ മറന്നു തുടങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല, അഞ്ജലിയുടെ സാമീപ്യം താനിപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ അഞ്ജലിയുമായുള്ള തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് മനു. ഇതിൻ്റെ ഭാഗമായി അഞ്ജലിയെ ചെന്ന് കാണുകയും അഞ്ജലിയോട് തൻ്റെ ജീവിതം ഇപ്പോൾ വളരെയേറെ കോംപ്ലക്സ് ആയ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കുകയും പക്ഷേ ഇപ്പോൾ താനൊരു തിരിച്ചറിവിൽ എത്തി നിൽക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ് കാര്യം എന്ന് വിശദമായി പറയണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ തൻ്റെ മനസ്സിൽ സ്നേഹയില്ല എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മനു. മാത്രവുമല്ല, ഇപ്പോൾ അഞ്ജലിയാണ് തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ അഞ്ജലിയുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അഞ്ജലിയെ എനിക്ക് മറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുമില്ല. അഞ്ജലിയെ ഞാനിപ്പോൾ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഐ ലവ് യു അഞ്ജലി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.